ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം ഇന്ന് ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കംപ്ലീറ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് തരാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് വോട്ടൊക്കെ ചെയ്തിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാവും അല്ലേ. ഇനി വോട്ടിടുന്ന ദിവസം വരെ നമ്മൾ ചെയ്ത സ്ഥാനാർത്ഥി ജയിക്കോ ഇല്ലയോ എന്നറിയാത്ത ആ ഒരു കാത്തിരിപ്പും കൂടിയാണ്. വോട്ട് ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ അങ്ങോട്ട് പറയുന്ന പോലെ തന്നെ നിങ്ങളെ ഇങ്ങോട്ട് കമൻസിലൂടെയാണ് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് തരാൻ വേണ്ടി പറ്റുക. അപ്പോൾ ആ കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. ചില ദിവസം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മളെ മെനു ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ബാജിയും അതുപോലെ തന്നെ ലഞ്ചിന് ചെമ്മീൻ ബിരിയാണിയും. ചെമ്മീൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള മസാല ഞാൻ തലേ ദിവസം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പച്ചക്ക് മസാല ഒക്കെ കുഴച്ചിട്ട് വെക്കുന്ന ആ ഒരു ടൈപ്പ് ബിരിയാണി കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഞാൻ അധികം അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കൽ. അത് എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ബീഫ് ബിരിയാണീൻ്റെ ആ ഒരു റെസിപ്പി ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം കേട്ടോ. എന്നാലും ഞാൻ ക്വിക്കായിട്ടൊന്ന് പറയാം. ഇതിൽ ബിരിയാണിക്ക് വേണ്ടിയുള്ള സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, തൈര്, ഉപ്പ്, കുറച്ച് മല്ലിയില, പുതിനയില അരിഞ്ഞത്, പിന്നെ മസാലപ്പൊടികളായിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 2-3 ടേബിൾ സ്പൂൺ ഗരം മസാല. അത് ഗരം മസാലയുടെ സ്ട്രോങ്ങിനനുസരിച്ചിരിക്കും കേട്ടോ. കുറച്ച് ചെറുനാരങ്ങ നീരും ഇത്രയും ചേർത്തിട്ട് കുഴച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് തലേ ദിവസം. പിന്നെ ചെമ്മീൻ ഞാൻ വേറെ പ്രത്യേകം മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ചെമ്മീൻ ഞാൻ അതിൻ്റെ കൂടെ കുഴച്ച് വെച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു ദിവസം മൊത്തം ഇരിക്കുമ്പോൾ ചെമ്മീൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് വരുമെന്ന് കരുതിയിട്ട് ചെമ്മീൻ വേറെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. ഇപ്പോൾ രാവിലെ ആദ്യം തന്നെ ഈ ഒരു സംഭവം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ട് അത് മിക്സാക്കി വെക്കുകയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ തലേ ദിവസം മിക്സാക്കി വെക്കുന്നില്ല, നിങ്ങൾക്ക് അന്ന് തന്നെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. 2 മണിക്കൂറൊക്കെ വെച്ചാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ മസാലയിൽ ഞാൻ കുഴച്ച് വെച്ച സമയത്ത് നെയ്യോ ഓയിലോ അങ്ങനെയുള്ളതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഏതായാലും ചെമ്മീനൊക്കെ ചേർത്തിട്ട് നമുക്കത് മാറ്റി വെക്കാം. അത് ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവറും കൂടി അതിലേക്ക് ഇറങ്ങിക്കോട്ടെ. അപ്പോൾ നമ്മൾ കിച്ചൺ ഡ്യൂട്ടി തുടങ്ങുന്നതിൻ്റെ മുന്നേ ഈ ഒരു സംഭവം ഒഴിച്ചെടുക്കലാണ് എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ഇത് ഒഴിക്കുന്നത് ആലോചിക്കുമ്പം എന്തോ പോലെ തോന്നും, പക്ഷെ ഒഴിക്കാണ്ടത് അങ്ങനെ കാണുമ്പം പിന്നെ പാത്രം കഴുകാനും വേറെ പണിയെടുക്കാനും ഒന്നും തോന്നില്ല. പിന്നെ വേറെ ആരും വന്ന് ചെയ്തു തരാനില്ലല്ലോ, നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അതൊക്കെ വിചാരിച്ച് അങ്ങോട്ട് രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബാണ് താനും. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ ഭയങ്കര മടിയാണ്, പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയും ചെയ്യും. അങ്ങനെ പാത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കുകയാണ്. ആ ഒരു ഡിഷ് ഡ്രെയിനറൊക്കെ കാലിയായി കിടക്കുന്നുണ്ടായാലും നെഞ്ചിൻ്റെ അകത്ത് നിന്ന് എന്തോ ഒരു ഭാരം ഇറക്കി വെച്ച പോലെ എനിക്ക് തോന്നല്. ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഉണങ്ങിക്കഴിഞ്ഞ ഡ്രസ്സ് തിരിച്ചലമാറ കയറി കഴിഞ്ഞാൽ. ഈ 2 കാര്യം അവിടെ കിടക്കുമ്പം എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാനും താല്പര്യമില്ല, പക്ഷെ ചെയ്യാണ്ടിരിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉരുളക്കിഴങ്ങ് ബാജിയിലേക്ക് വേണ്ടിയുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ തലേ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ലഞ്ചിന് എന്താണെന്നുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. ചെറിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ അരിഞ്ഞു മുറിച്ച് വെക്കുക, അല്ലെങ്കിൽ തൊലി കളഞ്ഞ് വെക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓൾറെഡി സെറ്റാണ് നാളെ എന്താ ഉണ്ടാക്കുക, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ തന്നെ പണികളൊക്കെ തീർക്കാൻ ഭയങ്കര സിമ്പിളായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നിങ്ങൾക്ക് കുട്ടികൾ സ്കൂളിൽ പോകുന്നതിനൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാ പണിയും കൈയും കൂടി ചെയ്യും. അപ്പോൾ രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡുമായി. പിന്നെ രാത്രിക്ക് ചിലവർ രാവിലെ വെക്കുന്നവരുണ്ട്. ഞാനും മിക്കവാറും രാത്രി ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചിലപ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ രാത്രി മാത്രം ഫുഡിന് വേണ്ടിയിട്ട് നമുക്ക് നോക്കിയാൽ പറ്റില്ല. അത്രയും സമയം നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ നമുക്ക് ചെയ്യണോ അതൊക്കെ നമുക്ക് ചെയ്യാനുള്ള ടൈമുണ്ട്. പക്ഷേ ഈ പരിപാടികളൊക്കെ ഇതുപോലെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കിത് ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ ഇത്രയും രാവിലെ പണികൾ തീരണം എന്ന് നമുക്ക് മനസ്സിലുള്ളതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പണികൾ തീരണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സ് തന്നെ വിചാരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളത് വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ അങ്ങനെ പണികൾ തീരുള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്കൂളിലെ ദിവസം എങ്ങനെയായാലും പണികളൊക്കെ പെട്ടെന്ന് തരും. പക്ഷേ സ്കൂളില്ലാത്ത ദിവസം ആർക്കും പോകാനില്ല, ആർക്കും ഒന്നും കൊണ്ടുപോകാനില്ല എന്നുള്ളത് ആ ഒരു ചിന്ത മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം ലാഗാവും. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആവില്ല, ലഞ്ച് ആവില്ല, ഒന്നും സമയത്തിനാവില്ല. പക്ഷേ സ്കൂളുള്ള ദിവസം, അല്ലെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും പോകാനുള്ള ദിവസം, അല്ലെങ്കിൽ എനിക്ക് വർക്കിന് പോകാനുള്ള ദിവസം, അങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എല്ലാ പണിയും കഴിയും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, നമുക്ക് ഏറ്റവും
പെട്ടെന്ന് പണി കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും പോകാണ്ടെന്ന് ഡെയിലി വിചാരിക്കുക. അതല്ലെങ്കിൽ ഞാനും ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണ്, എനിക്കും ജോലിക്ക് പോകാണ്ടെന്ന് മനസ്സ് വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് എല്ലാവരും പോകുന്ന സമയത്തിന് ഓട്ടോമാറ്റിക്കായിട്ട് അത് അങ്ങോട്ട് തീർന്നു പോകും. നമ്മൾ അപ്പം എടുക്കുന്ന പണിയും അല്ലാണ്ട് എടുക്കുന്ന പണിയും ഒക്കെ സെയിം തന്നെയാണ്. പക്ഷേ രാവിലെ ആ ഒരു 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ ചെയ്ത് തീർക്കുന്ന കാര്യമാണ് നമുക്കിതുപോലെ മനസ്സിൽ ആ ഒരു വിചാരം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് 2 മണി 3 മണി വരെ ചെയ്ത് കൂട്ടുന്നത്. ഇതേ സെയിം സംഭവങ്ങൾ തന്നെ ആയിരിക്കും അപ്പോഴും ചെയ്യാനുണ്ടാവുക. പക്ഷേ മനസ്സിൽ നമ്മൾ പെട്ടെന്ന് തീർക്കണം എന്നൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ തലേ ദിവസം രാത്രി കുറച്ചെന്തെങ്കിലും ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കും കൂടി ചെയ്താൽ പിന്നെ അത് ചെയ്യാൻ വേണ്ടി ഭയങ്കര ഉത്സാഹം കൂടിയായിരിക്കും നമുക്ക്. ഈ പറയുന്ന ഞാൻ തന്നെ ഇപ്പോൾ ഇന്ന് ഇത്രയും നേരത്തെ ചെയ്താൽ ചിലപ്പോൾ നാളെ അതുപോലെ ചെയ്യണമെന്നില്ല. അത് ഈ പറയുന്ന ഒരു മെൻ്റൽ ടെൻഡൻസിയാണ്. ഞാൻ നാളെ വിചാരിക്കണോ നാളെ രാവിലത്തേക്ക് ചിലപ്പോൾ എന്തെങ്കിലും ചൂടാക്കാനുള്ളതുണ്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളത് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ലഞ്ച് ഉണ്ടാക്കണ്ട, അങ്ങനെ വിചാരിച്ചാൽ തന്നെ ഒരു പണിയും തീരില്ല. നേരെ മറിച്ച് ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എല്ലാം ചെയ്യണം, പക്ഷെ എല്ലാം നേരത്തെ തീരണം എന്നൊക്കെ കണ്ട് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കിടക്കുമ്പോഴേ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ രാവിലെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നേരത്തെ എണീക്കുകയും ചെയ്യും, എല്ലാം നേരത്തെ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെമ്മീൻ ബിരിയാണിൻ്റെ പരിപാടിയും കൂടി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ അരി കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൈമ റൈസാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളം വാരാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി ഞാൻ നെയ്ച്ചോറ് വെച്ചിട്ടാണ് എപ്പോഴും ബിരിയാണി ഉണ്ടാക്കൽ. എനിക്ക് തിളപ്പിച്ച് ഊറ്റിയിടുന്നതിനേക്കാളും നെയ്ച്ചോറ് വെക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ തോന്നിയത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി കുക്കർ ഞാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. ആ ടൈം കൊണ്ട് പെട്ടെന്ന് ഞാൻ വന്നിട്ട് കേശയ്ക്ക് കുറച്ച് പറഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ, എക്സാമാണ്. അപ്പോൾ ഓൾറെഡി തലേദിവസം ചെറുതായിട്ട് ഓൾ തന്നെ സ്വന്തമായിട്ട് സെൽഫ് സ്റ്റഡിയാണ് തലേദിവസം ഉണ്ടാവുക. രാവിലെയാണ് ഞാൻ ഇതുപോലെ ജസ്റ്റ് പറഞ്ഞു കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് സ്പെല്ലിങ്സ് ഒക്കെ പഠിക്കാനുള്ള ട്രിക്സും അതുപോലെ അവർക്ക് അറിയാത്ത ഭാഗങ്ങളും ഒന്നും കൂടി പഠിക്കാനോ അങ്ങനെയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് ലാസ്റ്റ് മിനിറ്റ് റിവിഷനും ചെയ്ത് കൊടുക്കും. അങ്ങനെ കുക്കർ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് കൂടെ തന്നെ കുറച്ച് നെയ്യും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് അമൂലിൻ്റെ നെയ്യാണ്. പക്ഷേ ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്പീഷ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. പക്ഷേ എനിക്ക് അത്രയും ഒരു സുഖം അമൂലിൻ്റെ നെയ്യ് തോന്നിയിട്ടില്ല. അമൂലിൻ്റെ പ്രൊഡക്ട്സ് ഒന്നും മോശമാവാറില്ല, പക്ഷേ എന്തോ എനിക്ക് നെയ്യ് അത്രയ്ക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇനി അതിലേക്ക് ഞാൻ നല്ല നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി ഇട്ടിട്ട് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് അരിയുമ്പോൾ മാക്സിമം നൈസായിട്ട് തന്നെ ഉള്ളി അരിയാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ ഉള്ളി പൊരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഉയർത്തി എയറിൽ പിടിച്ചുകൊണ്ടിരുന്നാൽ അത് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ ക്രിസ്പായിട്ട് വരും. അതുപോലെ ഇളക്കി കൊടുക്കുന്നത് എല്ലാ ഭാഗവും ഒരുപോലെ ബ്രൗണായി വരും കൂടി ചെയ്യും കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഉള്ളി നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രൗൺ ആവണതിൻ്റെ മുന്നേ തന്നെ കോരി മാറ്റുക അല്ലെങ്കിൽ ഓഫ് ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ. കാരണം അത് എയറിൽ കിടന്നിട്ട് വീണ്ടും ഒന്നുകൂടി കുക്കാവും. അപ്പോൾ നമുക്ക് ആ ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ വരാൻ അതാണ് ഉദ്ദേശം. അതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ അതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അണ്ടിപ്പരിപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നെ മുന്തിരി ഇട്ടാൽ പിന്നെ പെട്ടെന്ന് തന്നെ എല്ലാം വറുത്ത് കോരാം നമുക്ക്. അങ്ങനെ അതൊക്കെ വറുത്ത് കോരിയതിന് ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതേ സെയിം ഓയിലിലേക്ക് തന്നെ ഞാൻ കുറച്ച് ബേ ലീവ്സും അതുപോലെ ഹോൾ സ്പൈസസ് കറാമ്പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴുകി വാർത്ത് വെച്ചിട്ടുള്ള അരിയും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും. അരിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുന്നില്ല, 1.5 മുതൽ 1.25 ഉള്ളിൽ അത്രയും വെള്ളം എടുക്കുന്നുള്ളൂ കേട്ടോ. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യും, അത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. അങ്ങനെ അത്രയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കൈവച്ച് ഇളക്കി കൊടുക്കുക. ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഞാൻ ഒരൊറ്റ വിസിൽ അടുപ്പിച്ചെടുക്കുന്നുള്ളൂ. ഇത് ദം ചെയ്യാനുള്ളതുകൊണ്ടാണ്. ഇതേ രീതിയിൽ തന്നെ നെയ്ച്ചോറ്, ഇത് സംഭവം നെയ്ച്ചോറ് തന്നെയാണ്, ബിരിയാണിയിലേക്ക് വേണ്ടി ഉള്ള നമുക്ക് സാധാരണ നെയ്ച്ചോറ് പോലെ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് വേണമെങ്കിൽ 2 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. പക്ഷെ ഞാനൊരു വിസിൽ തന്നെ എടുക്കാറുള്ളൂ കേട്ടോ. എനിക്ക് ഒറ്റ വിസിൽ കൊണ്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് നെയ്ച്ചോറ് കിട്ടാറുണ്ട്. ഇനി നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിൻ്റെ കൂടെ ചേർക്കാനുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞെടുക്കുകയാണ്.
അതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് അത് കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഈ സംഭവമാണ് നമ്മൾ നെയ്ച്ചോറിൻ്റെ അല്ലെങ്കിൽ ബിരിയാണിൻ്റെ ഇടയിൽ ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പൂരിൻ്റെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മറ്റു പല കാര്യങ്ങളും പറയുന്നതിൻ്റെ ഇടയിൽ വീഡിയോ അങ്ങനെ പോയി. പിന്നെ ഞാൻ പൂരിൻ്റെ റെസിപ്പി ഷോർട്ട്സ് ആയിട്ട് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ ഇതിലങ്ങനെ റെസിപ്പി ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അതിനിടയ്ക്ക് നമ്മൾ ബാജി റെഡിയായി, അതൊന്ന് വറവിട്ടെടുത്തു. പിന്നെ അടുത്തത് കേശൻ്റെ മുടി കെട്ടുന്ന പരിപാടിയാണ് കേട്ടോ. പണ്ടത്തെ പോലെയല്ല, മക്കൾക്ക് നമ്മൾ പറയുന്ന മോഡലൊന്നും പറ്റില്ല. ഞാൻ ബാക്കോട്ട് ജസ്റ്റ് ഒരു പോണിറ്റെയിൽ കെട്ടാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഓക്ക് വേറെന്തോ മോഡൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ എന്തോ എനിക്കത്ര സാറ്റിസ്ഫാക്ഷൻ ആയിട്ടില്ല, പക്ഷേ ഓക്ക് അത് മതി എന്ന് പറഞ്ഞപ്പം പിന്നെ ഓക്കെയാണ്. പിന്നെ അങ്ങനെ കെട്ടിക്കൊടുക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് കേശൻ്റെ വണ്ടിയൊക്കെ വരാനായ സമയപ്പോൾ ഞാൻ പിന്നെ പൂരി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം പൂരി ചൂടോടുകൂടി കഴിക്കാനാണ് എനിക്കും ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ നമ്മൾ പൂരി സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നെയ്ച്ചോറും റെഡിയായി. അപ്പോൾ അതൊന്ന് ദമ്മിട്ടെടുക്കും കൂടി ചെയ്യാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച ആ ഒരു പച്ചമസാലേൻ്റെ മേലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നെയ്ച്ചോറാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്ച്ചോറ് നല്ലോണം വെന്ത നെയ്ച്ചോറ് തന്നെയാണ്, വേവാത്തതല്ല. ഇതിൽ കിടന്നിട്ട് അങ്ങനെ ഓവർ വേവൊന്നുമില്ല. അപ്പോൾ ഓൾമോസ്റ്റ് നന്നായിട്ട് ഒരു 95% തന്നെ വെന്തതിന് ശേഷം നിങ്ങൾ നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനിടയ്ക്കായിട്ട് കുറച്ച് ഓയിലും നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ താഴെ മസാലയിൽ ഒരു ഓയിലോ നെയ്യോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊരിച്ച ഉള്ളിയും പുതിനയും മല്ലിയിലയും ഒക്കെ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മാക്സിമം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കൃത്യം അരമണിക്കൂർ, അത് ചിക്കൻ ആണെങ്കിലൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. ചെമ്മീനായതുകൊണ്ട് തന്നെ ഞാൻ 20 മിനിറ്റൊക്കെ ആയപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത് കേശൊക്കെ ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്യാനും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഉള്ളത് എടുക്കാം. അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടി ചൂടാക്കാമെന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കേശ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. ഞാനും റേക്കും കൂടിയും ചായ കൂടിയൊക്കെ കഴിച്ചു. അപ്പോൾ 8:30 ആയപ്പോഴത്തേക്കും നമ്മളെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇനി ക്ലീനിങ് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ കൊണ്ടിട്ടിട്ട് ഞാൻ കൗണ്ടർ ടോപ്പും ടേബിളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയട്ടെ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സീരീസിന് അത്യാവശ്യം ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. ഞാൻ വെറുതെ സ്റ്റാർട്ട് ചെയ്തൊരു സീരീസാണ്. കാരണം നോർമലി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഈ ഒരു സീരീസിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളതൊന്നുമല്ല. പക്ഷേ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഡെയിലി നമ്മൾ ഉണ്ടാക്കുന്ന കാര്യമായതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നതല്ലേ, അപ്പോൾ അത്ര അങ്ങോട്ട് വ്യൂസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ മാഷാഅല്ലാഹ് നല്ല റെസ്പോൺസും വ്യൂസും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. യൂട്യൂബിലുള്ളതിനേക്കാളും കൂടുതൽ എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണ് ആ ഒരു സീരീസിന് റെസ്പോൺസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആക്കിയിട്ട് കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള വീഡിയോസ് എന്താണ്, അല്ലെങ്കിൽ ഏതൊക്കെ റെസിപ്പീസാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്ക് സൗകര്യം പോലെ അതൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് സീരീസ് കുറച്ചെണ്ണം കൂടി ഞാൻ എടുത്ത് വെച്ചത് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിലൊന്നും പെടാത്ത നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയുന്നതാണെങ്കിൽ അതും ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിടാം. അപ്പോൾ ഫുഡ് വേസ്റ്റൊക്കെ ഞാൻ ഒരു ചെറിയ നേരത്തെ കാണിച്ച ഒരു ഡസ്റ്റ്ബിന്നിലാക്കിയിട്ട് പിന്നെ മൊത്തത്തിൽ ഇതുപോലെ കൊള്ളാതാകുമ്പോൾ ഈ ഒരു വലിയൊരു ബക്കറ്റിലേക്ക് ആക്കും. എന്നിട്ട് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ ഒരു വീട്ടിൽ പശു താറാവൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്ക് കൊണ്ടു കൊടുക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരുന്ന ഫുഡ് വേസ്റ്റ് കളയേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് ഡ്രെയിൻ റാക്ക് ഒരു ലൈഫ് സേവറാണ്. പിന്നെ താഴെ ഇങ്ങനെ ട്രേയും കൂടി വരുന്നതുകൊണ്ട് വെള്ളമൊന്നും താഴെ നിൽക്കൊന്നുമില്ല. മൊത്തത്തിൽ പെട്ടെന്ന് നമുക്ക് ഇതിൽ ഉണങ്ങി കിട്ടുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഡയറക്റ്റ് സ്റ്റാൻഡിലേക്ക് വെക്കുമ്പോൾ സ്റ്റാൻഡ് തുരുമ്പൊടിക്കുന്നുള്ള ഒരു പേടിയും വേണ്ട. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് അടിക്കാനും തുടയ്ക്കാനും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ഞാൻ പല വീഡിയോസിലും പറയുന്നതാണ്, ഞാൻ എല്ലാ ദിവസവും ഒന്നും അടിക്കലും തുടയ്ക്കലൊന്നുമില്ല. എനിക്ക് മൂഡ് തോന്നുമ്പം അല്ലെങ്കിൽ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോഴൊക്കെയാണ് ഞാൻ അടിക്കലും തുടയ്ക്കാറും. മിക്ക ദിവസങ്ങളും അടിച്ചു വാരി ഇടാറുണ്ട്. അങ്ങനെ പൊടി പാറി തോന്നുമ്പോഴൊക്കെയാണ് തുടക്കാറുള്ളത്. ചില ദിവസങ്ങളിൽ നമ്മളെ ക്ലീനിങ് മൂഡ് ഇങ്ങനെ പീക്കായി നിൽക്കുന്ന ആ ഒരു അവസ്ഥയിലാവുന്ന സമയത്തൊക്കെ ആഴ്ചയിൽ എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കാറുണ്ട്. ചിലപ്പോഴാണെങ്കിൽ തീരെ മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ആഴ്ചയിൽ 1-2 ദിവസം മാത്രമേ അടിച്ചു വാരി തുടയ്ക്കാറുള്ളൂ. അതെല്ലാം മൈൻഡിനനുസരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ അടുക്കളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കിയതിന് ശേഷം ഞാനൊന്ന് മെല്ലെ മേലേക്ക് കയറാണ്. അപ്പോൾ ബെഡ്റൂമൊക്കെ എണീറ്റ് വരുന്ന സമയത്ത് ഹസ്ബൻഡ് നീറ്റാക്കിയിടും. എന്നാലും എനിക്ക് ചെറുതായിട്ടുള്ളൊരു ഒതുക്കി പെറുക്കലുണ്ടാവും. കുട്ടികളവിടെ താഴെ ബെഡ് ഇട്ടിട്ടാണ് കിടക്കാറ്. അപ്പോൾ അവരെ ബെഡൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞ് പിന്നെ അലക്കാനുള്ളതൊക്കെ എല്ലാ ഭാഗത്തുനിന്നും പെറുക്കിയെടുത്തിട്ട് കൊണ്ടുപോവാണ് കേട്ടോ. അലക്കാനുള്ളതും അതുപോലെ അങ്ങനെ കുന്നുകൂടി കിടക്കാറാണ് പൊതുവെ. ഞാൻ പറഞ്ഞല്ലോ, മടക്കി വെക്കാൻ ഭയങ്കര മടിയായതുകൊണ്ട് തന്നെ അലക്കാനുള്ളതും ചിലപ്പോൾ ഇങ്ങനെ കൂടി കിടക്കും. പക്ഷേ ഈ കഴിഞ്ഞ
ആഴ്ച ആ ഒരു മൂടുള്ള ദിവസമായതുകൊണ്ട് അതൊക്കെ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് മടക്കി വെച്ചതും അലക്കിയതൊക്കെ തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ബോക്സിൽ കാണുന്ന അത്ര അലക്കാനുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ അയലുള്ള എടുത്തിട്ട് മടക്കി വെക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ അത് കറക്റ്റ് ഉണങ്ങിയിട്ടില്ല. അപ്പോൾ പിന്നെ ഉണങ്ങിയിട്ട് എടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി ആറിയിടാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ന്യൂ ഇയറും നോമ്പൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ഡീപ്പ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസം രാത്രി ഇങ്ങനെ ഓരോ റൂമിലെ അലമാറകൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതിൻ്റെ വേസ്റ്റാണ് കാണുന്നതൊക്കെ. ആദ്യം തന്നെ അലമാറ മൊത്തം ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടി തട്ടി റൂമൊന്നും തട്ടിയെടുക്കാനല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് പോയപ്പോൾ അത് അതിൻ്റെ കൂടെ ചാടിത്തുള്ളി റേക്കിയും പോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ ഒറ്റക്കായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒറ്റക്കാകുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ നല്ല സുഖമാണല്ലോ. വേറെ ആരും ശല്യം ഇല്ലാണ്ട് പെട്ടെന്ന് എല്ലാ പണികളും തീർക്കാം. ഏതായാലും മുറ്റത്തേക്ക് ഇറങ്ങിയതില്ല. അപ്പം മുറ്റം ഒന്ന് നോക്കി, വലിയ മോശമൊന്നും ആയിട്ടില്ല. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അകം അടിച്ചു വാരി തുടയ്ക്കാൻ കംപ്ലീറ്റ് ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാൻ മുറ്റത്തേക്ക് വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ കുറച്ച് ഇലകളൊക്കെ കിടക്കുന്നുണ്ട്, അതൊക്കെ എടുത്ത് പെറുക്കി കളയാണ്. പിന്നെ എനിക്ക് ഡസ്റ്റ് അലർജി ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും മുറ്റടിക്കാൻ നിൽക്കാറില്ല. മുറ്റടിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസത്തേക്ക് എനിക്ക് തലവേദന ജലദോഷമൊക്കെ ഉറപ്പുമാണ്. പിന്നെ ഈ കാണുന്ന പുല്ല് ഞാൻ മുറ്റടിക്കുമ്പോൾ മാത്രമേ പറിക്കുള്ളൂ, കാരണം അത് പറിച്ച് കഴിഞ്ഞാൽ എന്തായാലും അവിടെ കച്ചറാവും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉരുളക്കിഴങ്ങ് മുളച്ചത് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ചെടിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയപ്പോൾ ഒന്ന് കിളച്ച് നോക്കാമെന്ന് കരുതി കേട്ടോ. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവുന്നത്. പക്ഷേ ആദ്യത്തെ പ്രാവശ്യം ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഒന്ന് കിളച്ച് നോക്കണം, വല്ലതും കിട്ടുമോയെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഉരുളക്കിഴങ്ങ് കൃഷിയിൽ ഞാനൊരു ഫ്ലോപ്പാണ്. അത് ചെയ്ത് പരിചയമുള്ളവരോ അതെങ്ങനെയാണ് സംഭവം, എപ്പോഴാണ് വിളവെടുപ്പ് എന്നൊക്കെ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. നമുക്കിത് ആ ഒരു ഉരുളക്കിഴങ്ങ് കിളച്ചപ്പോൾ ഇതുപോലുള്ള കുറച്ച് 5-6 ബേബി പൊട്ടാറ്റോസാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷെ എന്നാലും മാഷാഅല്ലാഹ് അത് കിട്ടിയല്ലോ. കാരണം നമ്മൾ വലിയ കുഴിച്ചിയുടെ എഫേർട്ടൊന്നും ചെയ്യാണ്ട് ഉണ്ടാകുന്ന സംഭവങ്ങൾ കാണാൻ വലിയ രസമാണ്. എനിക്കതിമ്പോൾ പണിയെടുക്കാൻ തീരെ ഇഷ്ടമില്ല എന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിലേക്ക് അടുത്ത വീട്ടിൽ നിന്ന് ഞാനൊരു ചുവന്ന മുളകിൻ്റെ തൈ കൊണ്ടുവന്ന് കുഴിച്ചിട്ടിട്ടുണ്ട്. ആ കാണുന്ന ചുവന്ന മുളകും അതുപോലെ തന്നെ കുറച്ച് കുറ്റിക്കുരുമുളകും മാത്രമേ ഇവിടെ കുഴിച്ചിട്ട് വളർത്തിയതുള്ളൂ. ബാക്കി ഈ കാണുന്ന ഐറ്റംസൊക്കെ നമ്മളിങ്ങനെ കേടായതും അതുപോലെ ചീഞ്ഞതൊക്കെ കൊണ്ടുപോയിട്ടിട്ടും പിന്നെ അരിമുളകൊക്കെ കഴുകുന്ന സമയത്ത് ഉണ്ടായതൊക്കെയാണ്. ഈ ഒരു കറിവേപ്പ് ഉമ്മ കുഴിച്ചിട്ടതുമാണ് കേട്ടോ. ബാക്കിയൊക്കെ അങ്ങനെ ഉണ്ടായി വന്നതാണ്. പിന്നെ എനിക്ക് ഈ ഒരു ഗാർഡനിങ്ങിനോടും കുഴിച്ചിടലിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുന്നൊരു ഹരം മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാനങ്ങനെ വല്ലാണ്ട് അങ്ങോട്ട് മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ഫ്രണ്ട് ഭാഗത്തുള്ള ആ ഒരു മരങ്ങളും അതുപോലെ ചെടികളൊക്കെ അതങ്ങനെ കുഴിച്ചിട്ടതാണ്. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇനി മുതൽ എന്നും ഇതിനെ പരിപാലിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഒക്കെ കൊണ്ടുവന്ന് കുഴിച്ചിടണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്തോ എൻ്റെ താല്പര്യം അതിലില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. എനിക്കങ്ങനെ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതിൻ്റെ അടുക്ക് നമ്മൾ 2 ദിവസം മുന്നേ അത്യാവശ്യം ചക്ക പാകമായും തോന്നി. അതുപോലെ തന്നെ അതിന് കേട് വരാൻ തുടങ്ങിയപ്പം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴുത്തിട്ട് മുറിക്കാമെന്ന് കരുതി വെച്ചതാണ്. പുറം ഭാഗം ചെറുതായിട്ട് മഞ്ഞായി വന്നപ്പോൾ മുറിച്ച് നോക്കിയതാണ്. പഴുത്തിട്ടില്ല. ഇപ്പോൾ കൂട്ടാൻ വെക്കാൻ പറ്റിയ പരുവാണ് കേട്ടോ. അപ്പോൾ പഴുത്തത് മതി എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെയാണ് മാറ്റി വെച്ചു. പഴുക്കോ ഇല്ലയെന്ന് അറിയില്ലല്ലോ, നോക്കാം. അപ്പോൾ ആ ഒരു ചക്ക മുറിച്ച് കത്തിമലുള്ള ആ അരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പുറത്തേക്ക് ഇറങ്ങി കിട്ടാൻ വലിയ മടിയാണ്. ഇറങ്ങിയാൽ ഇതുപോലെ പല പണികളും ഉണ്ടാവും താനും. ഇനി നമുക്ക് ബിരിയാണിയിലേക്കൊരു പപ്പടം പൊരിക്കലും തൈരും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം. അതൊക്കെ ഫുഡ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ അടിക്കലും തുടയ്ക്കലൊക്കെ തീർത്ത് ഞാൻ ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഏകദേശം സമയം 10 മണി ആവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം മനസ്സ് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഞാൻ പറഞ്ഞു വന്നത്. ഇത് വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ടാണ്. വീഡിയോ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 8-9 മണി ആകുമ്പോഴത്തേക്കും എല്ലാം കംപ്ലീറ്റ് ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് പകൽ സമയത്ത് ഒരു 8 മണിക്കൂർ വരെ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്ത് ജോലിക്ക് പോകണമെങ്കിൽ അതും ചെയ്യാം. വീട്ടിൽ തന്നെ വേറെ എന്തെങ്കിലും ഹോബീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാനുള്ള ടൈം കിട്ടും. പിന്നെ എല്ലാ വീട്ടിലും ഒരേ സാഹചര്യം ആയിരിക്കില്ല. അപ്പോൾ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് പറ്റുന്നതൊക്കെ ചെയ്യാം. പിന്നെ ഫുഡൊക്കെ കഴിക്കുമ്പോൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ്, പക്ഷേ എന്തോ മറന്നുപോയി. അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.